സോ മക്കളെ നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിൽ അല്ലേ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനുണ്ട്, കുറക്കാനുണ്ട്, സബ്സ്ട്രാക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, സോ സാർ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, രണ്ടും ഈസിയാണ്. ഒന്ന് പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, അടുത്ത ഈസി ആവും. അഡീഷൻ പഠിച്ചാൽ സബ്സ്ട്രാക്ഷൻ ഈസി ആവും, സബ്സ്ട്രാക്ഷൻ പഠിച്ചാൽ അഡീഷൻ ഈസി ആവും. ഓക്കെ, സോ ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ മീൻസ് ഇത് ചെയ്യാനുള്ള സംഭവം എന്താ പറയുക, ഒന്നുമില്ല, ഡിനോമിനേറ്റർ സെയിം ആവണം. ഓക്കെ, ഛേദം സെയിം ആവണം, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ ഈസിയാണ്. എന്താ സാർ അങ്ങനെ പറഞ്ഞാൽ, നോക്ക്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു. ഓക്കെ, 3/4 അല്ലെങ്കിൽ ഇതാ 1/2, 1/2. ഓക്കെ, ഇതാ കൂട്ടണം 1/2. ഇതെങ്ങനെയാടാ ചെയ്യുക? സിമ്പിളാ, ഒന്നുമില്ല. ഇതാ ഈ അടിഭാഗത്ത് ഇതാ രണ്ടാൾക്കാർ സെയിം അല്ലേ, ഡിനോമിനേറ്റർ ഛേദം സെയിം അല്ലേ. അപ്പം എൻ്റെ മക്കൾ ഇതാ ഉത്തരത്തിലും എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം, സെയിം ഇടണം. ഓക്കെ, എന്ത് ചെയ്യരുത്, രണ്ടും കൂട്ടിയിട്ട് 4 കൊണ്ടുപോയി ഇട്ട് വെക്കരുത്. ഉത്തരത്തിൽ വരിക മക്കളെ 2 തന്നെയാണ് വരിക. അത് നോട്ട് ചെയ്യണേ. ഡിനോമിനേറ്റർ ഛേദം മക്കളെ എന്ത് വരിക, 2 തന്നെയാണ് വരിക. എൻ്റെ മക്കൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, കൂട്ടാം. ആരെ? ന്യൂമറേറ്ററിലുള്ള ആൾക്കാരെ, അതാ അംശത്തിലുള്ള ആൾക്കാരെ. ഓക്കെ, അംശത്തിലുള്ള ആൾക്കാരെ മക്കളെ കൂട്ടുമ്പോൾ പറഞ്ഞോടാ, 1 കൂട്ടണം 1 എത്ര വരും? ഇതാ 2, 2/2. റെഡി ആണല്ലോ? ഉത്തരം ഓക്കെ ആണല്ലോ? ഓക്കെ, സോ കൂട്ടണമെങ്കിൽ എന്താവണം അല്ലേ, 2 ഭിന്നസംഖ്യകളെ മക്കളെ എന്താവണം, ഛേദം ഓക്കെ ഡിനോമിനേറ്റർ ഈക്വൽ ആവണം. ഓക്കെ, ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ആ സെയിം ഡിനോമിനേറ്റർ ആ സെയിം ഛേദം എടുത്ത് എഴുതുക അല്ലേ, മുകളിലുള്ള ആളുകളെ അംശത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യണം, പരസ്പരം കൂട്ടുക. ആൻസർ. ഓക്കെ, സമാധി. റെഡി ആണല്ലോ? സോ മക്കളെ നോക്കിക്കോട്ടോ. നെക്സ്റ്റ് ഇതാ ഇത്ര ആളുകൾ. ഓക്കെ, നമുക്ക് എല്ലാവരും ഒന്നും ചെയ്യണ്ട, കൺസെപ്റ്റ് അറിയാൻ വേണ്ടിയുള്ള ആൾക്കാർ എന്താ മതി, മാത്രം ചെയ്താൽ മതി. റെഡി ആണല്ലോ? ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കളോട് എങ്ങനെ ചോദിക്കുക അറിയോ? ആ സാർ കാണിച്ചു തരാം കേട്ടോ, സാർ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യും, വൃത്തങ്ങൾ തരും. ഓക്കെ, ഇതാ ഈ വൃത്തത്തിൻ്റെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനെ സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ഏതാന്ന് ചോദിക്കും. മക്കളെ പറഞ്ഞോടാ, ഏതാ വരിക അല്ലേ? നോക്ക്, ഈ വൃത്തത്തിനെ എത്ര തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ മക്കളെ? 8 മക്കളെ 2 ഭാഗം. ഇവിടെയോടാ അല്ലേ 1. ഓക്കെ, 1, 2, 3, 4. ഓക്കെ, എത്രയാടാ? 4 മക്കളെ അല്ലേ, 4 മക്കളെ ഇതാ 1 ഭാഗം. 4 എത്രയാടാ? 4 1 ഭാഗം. റെഡി ആണല്ലോ? ഓക്കെ, 8 ഓക്കെ 2 ഭാഗം, 4 1 ഭാഗം. ഇനി എൻ്റെ മക്കളോട് എന്ത് പറയും? ഇതാ ഇവരെ പരസ്പരം എന്ത് ചെയ്യും, കൂട്ടാൻ പറയും. ഓക്കെ, അതായത് ഒരു കേക്കാണെങ്കിൽ കേക്കിൻ്റെ ഇതാ ഇത്രയും ഭാഗം എടുത്തു, അതുപോലെ തന്നെ ഇതാ ഇത്രയും ഭാഗം എടുത്തു, ഇത് രണ്ടും കൂട്ടി വെക്കുകയാണെങ്കിൽ അല്ലേ മൊത്തം അല്ലേ കേക്കിൻ്റെ ഇതാ അത് എത്ര ഭാഗമായിട്ട് സൂചിപ്പിക്കുക എന്നുള്ള ക്വസ്റ്റ്യനേക്കാരുടെ രൂപത്തിലേക്കാരും എന്ത് വരിക, ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യടാ അല്ലേ, ഇവർ തമ്മിൽ കൂട്ടിയ ആൻസർ ആയി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ പഠിക്കാം. ഓക്കെ, നോക്കിക്കോ. അപ്പോൾ സാർ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, ഓക്കെ ഫുള്ള് കവർ ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം വേണ്ട ഐഡിയാസ് സാർ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. റെഡി? നോക്കിക്കോ, നമുക്ക് ആദ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 1/4 1/4 അല്ലേ, 1/4 മക്കൾ എത്രടാ? 1/4 1/8 അല്ലേ. സാർ എന്താടാ പറഞ്ഞ് അല്ലേ, ഡിനോമിനേറ്ററുകൾ അല്ലേ നമ്മുടെ ഛേദങ്ങൾ മക്കളെ എന്താവണം, തുല്യമാവണം. ഛേദങ്ങൾ തുല്യമാവണം. ആവണ്ടേ? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 8 ഉണ്ട് മക്കളെ. അപ്പം നോക്ക്, ഒരു ഛേദം അടുത്ത ഛേദത്തിൻ്റെ, ഒരു ഡിനോമിനേറ്റർ അടുത്ത ഡിനോമിനേറ്ററിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഗുണിതാണെങ്കിൽ നോക്ക്, 4 ഗുണിതമല്ല മക്കളെ എന്ത്, 4 ഗുണിക്കണം 2 അല്ലേ മക്കളെ 8. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, ഈ 4നെ 8 എത്തിച്ചാൽ മതി. അതായത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, 1/4 എഴുതുക. അതിനുശേഷം അല്ലേ 4നെ 8 എത്തിക്കാൻ വേണ്ടിയിട്ട്, എന്തിനാ മക്കളെ 8 എത്തിക്കാൻ അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററുകൾ ഛേദം തുല്യമായാലേ കൂട്ടാൻ പറ്റുള്ളൂ. 8 എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മുകളിലും താഴെയും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കുക. കൂട്ടണം. ഓക്കെ, ഗുണിച്ചതിന് ശേഷം കൂട്ടണം. എന്ത് ചെയ്തു, ആ 1/8 എന്ത് ചെയ്തു സാർ അതുപോലെ എഴുതി. ഓക്കെ, സോ സാർ എന്ത് ചെയ്തു, ഈ 4നെ 8 എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഗുണിക്കരുത്, മുകളിലും താഴെ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, സോ പറഞ്ഞോടാ, 1 ഗുണിക്കണം 2 2. ഓക്കെ, 4 ഗുണിക്കണം 2 8. ഓക്കെ, കൂട്ടണം 1/8. 2/8 കൂട്ടണം 1/8. ഉത്തരം എത്ര വരുടാ? 3/8. ഓക്കെ, അടിത്താൾ അതുപോലെ എഴുതി, 2 കൂട്ടണം 1 3/8. കിട്ടിയോ? സെറ്റ് അല്ലേ? ഓക്കെ, ഈസി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാനറിയാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിനോമിനേറ്റർ ഛേദം സെയിമിൽ ആളെ തരികയാണെങ്കിൽ എൻ്റെ മക്കൾ ഈസി ആയിട്ട് കൂട്ടും. ഇനി ഇതുപോലത്തെ ആളുകൾ തരികയാണെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ മക്കൾ കൂട്ടും അല്ലേ. അതായത് ഒരാളെ ഗുണിതാണെങ്കിൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ. ഇനി നോക്കാം അങ്ങനെ അല്ലാതെ വരികയാണെങ്കിലോ, ആ ഒരു ക്വസ്റ്റ്യൻ സാർ എന്ത് ചെയ്യുക പറഞ്ഞു തരാം. നോക്കിക്കോട്ടോ, 3/4 1/6.
ഓക്കെ 3/4 3/4 പിന്നെയോടാ അല്ലേ 1/6. എടാ 4 ഗുണിതാണോ 6? അല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 4ൻ്റെയും 6ൻ്റെയും രണ്ടും കൂടി ഇല്ലേ രണ്ടിനും സെയിം ആയിട്ട് വരുന്ന ഗുണിതങ്ങൾ ഉണ്ടല്ലോ അതിലോട്ട് എത്തിക്കണം. ഓക്കെ മക്കളെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ് വരിക അല്ലേ? 4 ഗുണിതങ്ങൾ 4 8 12 16 അങ്ങനെ പോകും. ഓക്കെ 6ൻ്റെ അവിടെ 6 12 പിന്നെ 18 മക്കളേതാ അല്ലേ കോമൺ ആയിട്ട് അല്ലേ ഒരുപോലെ ഗുണിതമായിട്ട് ആര് വരുന്നുണ്ട്? ഇവിടെ 12 വരുന്നുണ്ട്, ഇവിടെയും 12 വരുന്നുണ്ട്. ഒന്നെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം? രണ്ടാളെ എന്ത് ചെയ്യാം 12ലോട്ട് മാറ്റാം, അല്ലെങ്കിൽ വേറെ ടെക്നിക്ക് ഉണ്ട്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ ടെക്നിക്ക് പ്രയോഗിക്കാം. ഓക്കെ വേറെ ടെക്നിക്ക് സാർ എന്ത് ചെയ്യണം? വേറെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ റെഡി? സോ മക്കളെ നോക്കടാ 3/4 ഓക്കെ 3/4 മക്കൾ എന്ത് ചെയ്യടാ അല്ലേ 12ലോട്ട് എത്തിക്കണമെങ്കിൽ ഓക്കെ 4 എങ്ങനെ മക്കളെ 12ലോട്ട് എത്തിക്കുക അല്ലേ 3 കൊണ്ട് ഗുണിക്കണം. എൻ്റെ മക്കൾ എന്ത് ചെയ്യണതാ മുകളിലും താഴെയും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം 3 കൊണ്ട് ഗുണിക്കണം. അതുപോലെ തന്നെ മക്കളെ ഇതാ അല്ലേ 1/6 അല്ലേ ഇതാ അടിഭാഗത്ത് ഇതാ നമുക്ക് എവിടെ എത്തണം അല്ലേ 12ലോട്ട് എത്തണമെങ്കിൽ അല്ലേ അടിഭാഗത്ത് മക്കൾ എന്ത് ചെയ്യണം അല്ലേ 2 കൊണ്ട് ഗുണിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം മുകളിലും എന്ത് ചെയ്യണം 2 കൊണ്ട് ഗുണിക്കണം. സോ മക്കളെ ഉത്തരം പറഞ്ഞോടാ. ഓക്കെ 3 ഗുണിക്കണം 3 9 ഓക്കെ 4 ഗുണിക്കണം 3 അല്ലേ 12 ഓക്കെ ഇതാ 1 ഗുണിക്കണം 2 ഇതാ 2 ഓക്കെ 6 ഗുണിക്കണം 2 മക്കൾ എത്രടാ 12 ഓക്കെ പറഞ്ഞോടാ അല്ലേ അടിഭാഗത്ത് എന്താടാ അടിഭാഗത്ത് എന്താ 12 അതുപോലെ എടുത്ത് എഴുതുക അല്ലേ 9 കൂട്ടണം 2 11 11/12 സെറ്റ് അല്ലേ? ഓക്കെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു കേട്ടോ. ഓക്കെ ഈസി ആയൊരു കാര്യം കൂടിയാണ്, ഇതിൻ്റെ ഒപ്പം തന്നെയുള്ളൊരു കാര്യമാണ്. ഓക്കെ സാർ നിർത്താൻ നിൽക്കിയാനി എടാ ഇത് കുറക്കണം എന്നാണെങ്കിലോ ഓക്കെ ഇത് കുറക്കണം എന്നാണെങ്കിലോ നോക്ക് 3/4 കുറക്കണം 1/6 ആണെങ്കിലോ 3/4 കുറക്കണം 1/6 ആണെങ്കിലോ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. എൻ്റെ മക്കൾ ചെയ്യേണ്ടത് 3/4 അതുപോലെ ഇട്ട് വെച്ചു. ഓക്കെ അതുപോലെ തന്നെ ഇതാ 3/4 നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിച്ചിരുന്നത് അല്ലേ 3/4 നമ്മൾ നമ്മൾ അല്ലേ 3/3 കൊണ്ടാണ് ഗുണിച്ചിരുന്നത് അല്ലേ. അപ്പോൾ സാർ എന്ത് ചെയ്യുക അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല 3/3 കൊണ്ട് എന്ത് ചെയ്യുക എൻ്റെ മക്കൾ എന്ത് ചെയ്യണം 3/3 കൊണ്ട് എന്ത് ചെയ്യണം ഗുണിക്കുക 3/3 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അതിനുശേഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യണം അല്ലേ ആ 1/6 അല്ലേ നമ്മൾ എന്താ ചെയ്തിരുന്നത് 2/2 കൊണ്ട് ഗുണിച്ചു 2/2 കൊണ്ട് ഗുണിച്ചു. അതിനും എൻ്റെ മക്കൾക്ക് എന്തില്ല ഒരു വ്യത്യാസവും ഇല്ല മക്കളെ. 3 ഗുണിക്കണം 3 9 ഓക്കെ 4 ഗുണിക്കണം 3 12 കുറക്കണം ഓക്കെ 1 ഗുണിക്കണം 2 2 6 ഗുണിക്കണം 2 മക്കളെ 12 ഓക്കെ ഇതുവരെ പഴയ പോലെ തന്നെ. ഇനി നോക്ക് ഇതാ അടിഭാഗത്ത് പഴയ പോലെ തന്നെ അല്ലേ ഡിനോമിനേറ്റർ ചേർത്തിൽ 12 ഇട്ട് വെക്കുക. മുകൾ ഭാഗത്ത് കൂട്ടുന്നതിന് പകരം 9 കൂട്ടണം 2 മക്കളെ നമ്മളിതാ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 11 എഴുതി വെച്ചേക്കായിരുന്നു. ഓക്കെ ഈ ക്വസ്റ്റ്യനിലെ മക്കൾ എന്ത് ചെയ്യണം 9 കുറക്കണം 2 ഓക്കെ 9 കുറക്കണം 2 എത്രടാ 7 ഓക്കെ 7/12 ആവും. ആ ഒരു വ്യത്യാസം മാത്രമേ എന്തുള്ളൂ കുറക്കുമ്പോൾ ഉള്ളൂ. ഓക്കെ അങ്ങനെയാണ് മക്കൾ ഇതാ ഇത് പറടാ ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ഓക്കെ 1/4 കൂട്ടണം 1/8 ഓക്കെ 1/4 കുറക്കണം 1/8 ആണെങ്കിലോ അപ്പോൾ എന്ത് വരും എൻ്റെ മക്കളെ ഇതാ പറഞ്ഞോട്ടോ 1/4 പകരം നമുക്ക് എന്ത് ചെയ്യാം അല്ലേ പണ്ട് ചെയ്ത പോലെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 2/8 അവസാനം കിട്ടും. ഓക്കെ 1/8 അല്ലേ നമ്മൾ 1/8 അതുപോലെ വെച്ചായിരുന്നു അല്ലേ. കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം കുറക്കുകയാണ്. അപ്പോഴോടാ അല്ലേ അടിഭാഗത്ത് സാറ് പറഞ്ഞ പോലെ ഛേദത്തിൽ അല്ലേ ഡിനോമിനേറ്ററിൽ ആ 8 അതുപോലെ ഇട്ട് വെക്കുക. മുകളിലോ മക്കളെ 2 കുറക്കണം 1 അല്ലേ 2 - 1 എത്രയാണ് വരിക 1. സോ ദ ആൻസർ ഈസ് 1/8. സോ ഈസി ആണല്ലോ. അഡിഷൻ പഠിച്ചാൽ അല്ലേ സബ്സ്ട്രാക്ഷൻ ഈസി ആയിട്ട് കിട്ടും, കൂട്ടൽ പഠിച്ചാൽ കുറക്കൽ ഈസി ആയിട്ട് കിട്ടും. റെഡി?